ഏതാണ്ട് 10,024 കുട്ടികളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി അപ്പീൽ വരും, അത് കൂടാതെയാണ് ഇത് പറഞ്ഞത്. ഇതിനിപ്പോൾ 10:30 മണിക്ക് നമ്മുടെ ഭക്ഷണശാലയിൽ വെച്ച് പാലുകാച്ച് കർമ്മം നടക്കുകയാണ്. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം ജില്ലയിൽ സ്വർണ്ണക്കപ്പ് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 6 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുവാങ്ങും. ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാൻ അത് ടൂറിസം മന്ത്രി ഇപ്പോൾ രാവിലെ ഞാനുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. പുഷ്പോത്സവവുമായി ബന്ധപ്പെട്ട് ഇട്ടിരുന്ന ദീപാലങ്കാരം കലോത്സവം തീരുന്നവരെ അതുണ്ടാകുമെന്ന് വിവരം അദ്ദേഹം നമ്മളെ അറിയിച്ചു. അവർ സന്തോഷ വാർത്തയോടെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവുമാണ് ഈ കലോത്സവത്തിൻ്റെ വിജയം. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഏതെങ്കിലും വ്യക്തിയുടെയോ ഗവൺമെൻറ്റിൻ്റെ വിജയം മാത്രമല്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി നടത്തുന്നു. നാട്ടുകാർ, തദ്ദേശഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ വിജയം നമുക്ക് നേടിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കലോത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള രജിസ്ട്രേഷന്റെ കിറ്റ് നൽകി ഞാൻ ഉദ്ഘാടനം ചെയ്തായിരിക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.